സ്വാഗതം ശ്രീ കോന്നി ഗോപകുമാർ. ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ 2014 മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ 2014 മുതൽ ഇങ്ങോട്ടാണ് തുടർച്ച. ഇപ്പോൾ മൂന്നാം തവണ നിൽക്കുന്നു. ഈ 2014 മുതൽ ഈ കോൺഗ്രസ്സിന് വലിയ ഇളക്കം തട്ടി. ഒപ്പം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബം, ഇതാണല്ലോ വെയ്പ്പ്. നെഹ്റു കുടുംബത്തിന് തന്നെ ഇളക്കം സംഭവിച്ചു. പലതും നമ്മൾ ഭാരതീയർ ചുമക്കേണ്ടി വന്നു. ആ ചുമക്കേണ്ടി വന്നതിനെയാണ് ഇപ്പോൾ തകിടം മറിച്ചുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും നെഹ്റു നല്ലവനായിരിക്കാം, നല്ല പ്രധാനമന്ത്രി ആയിരുന്നിരിക്കാം, പക്ഷേ ഇവർ തുടങ്ങി വെച്ചതൊക്കെ തന്നെ പലതും നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലായിരുന്നു. അതിനെയൊക്കെയല്ലേ ഇപ്പോൾ തകിടം മറിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നെഹ്റു വളരെ കൃത്യമായിട്ട് നീങ്ങിയ ഒരു തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനാണ്. നെഹ്റുവിന് വളരാൻ വെള്ളവും വളവും നൽകി സമ്പന്നനായ മോട്ടിലാൽ നെഹ്റുവും അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഏറ്റവും വലിയ രസം, നെഹ്റു വിദേശ സർവകലാശാലകളിലൊക്കെ പഠിച്ചെങ്കിലും അദ്ദേഹം സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അവിടുത്തെ ഒരു പ്രത്യേക സംവിധാനം അനുസരിച്ച് വലിയ ആട്ടിക്കുടുംബങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളെ അങ്ങ് ജയിപ്പിച്ചു വിടുന്ന ഒരു ജെൻറ്റിൽമാൻ പാസ് എന്നൊരു സംവിധാനമുണ്ട്. അതിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷേ അംബേദ്കർ അങ്ങനെ ആയിരുന്നില്ല. അംബേദ്കർ അതിസമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ മൻമോഹൻ സിംഗിനെ പോലെ മൻമോഹൻ സിംഗൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്ത നേട്ടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളത്. നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചു വീണ ഒരു ആളാണ് നെഹ്റു. മോട്ടിലാലിൻ്റെ വലിയ ആഗ്രഹം നെഹ്റുവിനെ ഒരു ICS കാരനാക്കണമെന്നായിരുന്നു. നെഹ്റുവിന് ICS കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നെഹ്റു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ വരുമായിരുന്നില്ല. അത് പറ്റിയില്ല, അദ്ദേഹത്തിനെ കൊണ്ടൊന്നും പറ്റുന്ന ആളല്ല. ICS കിട്ടിയിട്ട് 4ാം റാങ്ക് കിട്ടി. അത് കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ നെഹ്റു എന്ന് പറയുന്നത്, ഞാൻ ഒരു ചരിത്ര അധ്യാപകൻ എന്നുള്ളതിൽ പരിശോധിക്കുമ്പോഴേ അത് ഒരു കോംപ്ലക്സ് പേഴ്സണാലിറ്റിയാണ്. നെഹ്റു തീർത്തും മോശം, നെഹ്റു വലിയ മഹാന് എന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. എല്ലാ മനുഷ്യർക്കുമുള്ള പാളിച്ചകളും എല്ലാ മനുഷ്യർക്കുള്ള ദൗർബല്യങ്ങളും ഒക്കെയുള്ള ഒരു ആളായിരുന്നു യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റു. ഈ നെഹ്റുവിൻ്റെ ഒരു ജീവിതത്തിലെ പ്രത്യേകത ഒരു കാര്യം വെച്ചാൽ, അദ്ദേഹം 1964 മരിക്കുന്നതിന് വരെ ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിന് യോഗയാണ്. കൃത്യമായിട്ട് യോഗ ചെയ്യുന്ന ആളായിരുന്നു നെഹ്റു. കൃത്യമായിട്ട് യോഗ ചെയ്യുന്നില്ല. ശീർഷാസനം അദ്ദേഹത്തിന് വലിയ ഇഷ്ടമുള്ള യോഗയിലെ ഒരു ഐറ്റമായിരുന്നു ശീർഷാസനം. നെഹ്റു ശീർഷാസനം നിൽക്കുവാൻ ദീർഘനേരം. അന്ന് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. മറ്റൊന്ന്, നെഹ്റു മരിക്കുന്നതിന് 2 വർഷം മുമ്പ് വരെ അദ്ദേഹം ഒരു മരുന്നും കഴിക്കത്തില്ലായിരുന്നു. അത്ര ആരോഗ്യവാനായിരുന്നു. ഒരു 62 ചൈനയുടെ ആക്രമണം വന്നു, അതിൽ നെഹ്റു തളർന്നുപോയി. അവിടെ തൊട്ടാണ് നെഹ്റു മരുന്നുകൾ കഴിക്കാൻ തുടങ്ങിയത്. അതിന് മരുന്ന് കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ശാരീരികമായി നല്ല കായിക ശേഷിയുള്ള ഒരാൾ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റു. പിന്നെ കണ്ടാലും നല്ല പേഴ്സണാലിറ്റി, നല്ല സുന്ദരനായിരുന്നില്ല. പക്ഷെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നമ്മൾ വിലയിരുത്തുമ്പോഴേ നമ്മുടെ ചരിത്രകാരന്മാർ, ഞാൻ അവരെ ചരിത്രകാരന്മാരെന്ന് വിളിക്കത്തില്ല. ഈ ആധാരം എഴുതുന്നത്, നമ്മൾ പണം കൊടുത്ത് വസ്തു വാങ്ങിക്കുമ്പോൾ അതിൻ്റെ രേഖകളൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണ്ടിയില്ലേ ആധാരം എഴുതുന്നത്. ആ ആധാരം എഴുത്തുകാരുടെ ഒരു സ്റ്റൈൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ പഴയ ചരിത്രകാരന്മാർ. ഒരൊറ്റ ചരിത്രകാരൻ ഇന്ത്യയിൽ 2 or 3 ആളുകളെ, ഞാൻ അതിലേക്ക് പോകുന്നില്ലെങ്കിലും വ്യക്തിത്വമുള്ള ചരിത്രകാരന്മാരൊന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. വളരെ അപൂർവമുള്ള, അവരൊന്നും ശ്രദ്ധിക്കപ്പെട്ടുമില്ല. അതൊരു മാർക്സിയൻ വീക്ഷണം വെച്ച് പുലർത്തിയിരുന്ന ചരിത്രകാരന്മാരാണ്. അവർക്ക് ചൊല്ലും ചെലവും കൊടുത്തിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അവരുടെ ജവഹർലാൽ നെഹ്റുവിനെ അവരിങ്ങനെ പാടി പുകഴ്ത്തി, നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചാൽ നെഹ്റുവും ഗാന്ധിജിയും കൂടി നടത്തിയ അശ്രാന്തമായ പരിശ്രമത്തിനൊടുവിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ്സിലെ ചരിത്ര പുസ്തകത്തിനകത്ത് ഈ INA-യെക്കുറിച്ച് ഒരു പാരഗ്രാഫാണുള്ളത്. അതേസമയം നിസ്സഹകരണ പ്രസ്ഥാനം, അതുപോലെ തന്നെ ഉപ്പു സത്യാഗ്രഹം, ഇതെല്ലാം പേജുകൾ കിടക്കുകയാണ്. INA-യെക്കുറിച്ച് വെറും ഒരു പാരഗ്രാഫ്. അത് തന്നെ മനസ്സോടെ കൊടുത്തത്. ഇനി പറഞ്ഞത്, ചരിത്രത്തെ തമസ്കരിക്കുകയും നെഹ്റുവിൻ്റെ പേഴ്സണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ചരിത്രം നിർമ്മിക്കാൻ ചരിത്രകാരന്മാരെ സ്വാധീനിച്ച് അവരെ ഉപയോഗിച്ച് ചെയ്യുകയും ചെയ്ത നെഹ്റു ഇന്ത്യ ചരിത്രത്തോടെ വലിയ അപരാധമാണ് ചെയ്തത്. ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം നമ്മൾ ഇന്നും അറിഞ്ഞിട്ടില്ല. ഇനിയും യഥാർത്ഥ ചരിത്രം നമ്മൾ ബിൽഡപ്പ് ചെയ്ത് വരേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നെഹ്റുവിൻ്റെ ഒരു ഭാഗം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നോക്കുമ്പോഴേ, നെഹ്റു പാർലമെൻ്ററി ഡെമോക്രസിയിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്ന ആളായിരുന്നു. ലിബറലിസം അത് അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി തന്നെയായിരുന്നു.
പിന്നെ നെഹ്റു ഇന്ത്യക്ക് ചെയ്ത വലിയൊരു കാര്യം വെച്ചാൽ ഫക്ര നങ്കലാല അണക്കെട്ട്, നാഗാർജുന സാഗർ അണക്കെട്ട് ഒക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനുണ്ട് കാർഷിക രംഗത്തുള്ളത്. പ്ലാനിംഗ് കമ്മീഷൻ നെഹ്റു കൊണ്ടുവന്ന പിന്നെ ഒരു വലിയ മാറ്റമാണ്. അതായത് ഇന്ത്യയുടെ പ്ലാനിങ് തീരുമാനിക്കാനുള്ള പ്ലാനിംഗ് കമ്മീഷൻ. നാഷണൽ ലബോറട്ടറീസ് അത് നെഹ്റുവിൻ്റെ കോൺട്രിബ്യൂഷനാണ്. IITs, IIMs ഇതെല്ലാം നെഹ്റു. പബ്ലിക് സെക്ടർ, നവരത്നങ്ങൾ നമ്മൾ അറിയപ്പെടുന്ന പബ്ലിക് സെക്ടർ, ഇതെല്ലാം നെഹ്റുവിൻ്റെ കോൺട്രിബ്യൂഷനാണ്. പക്ഷേ നെഹ്റു ചെയ്ത ബ്ലണ്ടേഴ്സ് അതിന്ന് ഇന്ത്യക്കാരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാശ്മീരിന് പ്രത്യേക പദവി കൊടുക്കണമെന്ന നെഹ്റുവിൻ്റെ ദുശാഠ്യമാണ് കാശ്മീരിൽ ഇന്ന് നിൽക്കുന്ന അസ്വസ്ഥതയുടെ പ്രധാനപ്പെട്ട കാരണം. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റായിട്ട് ഹരിസിംഗ് എന്ന് പറയുന്ന രാജാവ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതാണ് കാശ്മീർ. അതിനെ ചില പ്രത്യേക അധികാരങ്ങളോ അവകാശങ്ങളോ കൊടുത്ത് നിർത്തി കൊണ്ടുപോയത് നെഹ്റുവിൻ്റെ ചില ഗൂഢ ലക്ഷ്യങ്ങളായിരുന്നു. പിന്നെ നെഹ്റുവിൻ്റെ ജീവിതത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതമാണ്, അത് പരാമർശിക്കേണ്ട എങ്കിൽ പോലും നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ മറ്റ് പല നേതാക്കന്മാർക്കും ഉണ്ടായിരുന്ന സ്വഭാവശുദ്ധി ഉണ്ടായിരുന്ന ഒരാളല്ലായിരുന്നു ജവഹർലാൽ നെഹ്റു. കാരണം അവസാന കാലഘട്ടങ്ങളിലൊക്കെ എഡ്വിന മൗണ്ട് ബാറ്റൻ നെഹ്റുവിനെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. പമീല മൗണ്ട് ബാറ്റൻ അവരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നൈനിറ്റാളിലെ ഒരു നീന്തൽക്കുളത്തിൽ വെച്ചാണ് ഇന്ത്യ പാർട്ടീഷൻ ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്ത്യയുടെ പാർട്ടീഷൻ നെഹ്റുവിൻ്റെ ആവശ്യമായിരുന്നു. കാരണം നെഹ്റു എതിർത്ത ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കണം. അവിടെയാണ് നെഹ്റുവിനെ നമ്മൾ പഠിക്കേണ്ടത്. ഇതൊക്കെ നെഹ്റുവാണ്. പക്ഷേ നെഹ്റു എതിർത്ത ആളുകളെ പഠിക്കുമ്പോഴേ നെഹ്റു ആരാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നെഹ്റു ആദ്യം എതിർത്തത് സുഭാഷ് ചന്ദ്രബോസിയാണ്, നേതാജിയാണ്. നേതാജി ഗാന്ധിക്ക് എതിർപ്പായിരുന്നു. കാരണം ഗാന്ധിജിയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുന്ന ഒരാളായിരുന്നില്ല സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ പല പോളിസിയോടും വിയോജിപ്പുള്ള ഒരാളാണ്. പക്ഷേ ഗാന്ധിജിക്ക് വലിയൊരു അക്സെപ്റ്റൻസ് ഇന്ത്യൻ സമൂഹത്തിലുണ്ട്. അദ്ദേഹം ഒരു പിന്നെ വിസ്റ്റൺ ചർച്ചിലെ ഭാഷയിൽ പറഞ്ഞാൽ ഹാഫ് നേക്കഡ് ഫക്കീറാണ്, അർത്ഥനഗ്നായ സന്യാസിയാണ്. ഇന്ത്യക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചാൽ ഇന്ത്യക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആൾ തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. അതിനും തർക്കമുള്ളൊരു കാര്യമില്ല. പക്ഷേ ഗാന്ധിയുടെ മാനസപുത്രനായിരുന്നു നെഹ്റു. നെഹ്റുവിന് വഴിയൊരുക്കാൻ ഗാന്ധി തകർത്ത് കളഞ്ഞ ഒരുപാട് ബിംബങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, പട്ടേലടക്കം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം, നെഹ്റു എതിർത്ത ആദ്യത്തെ ആൾ നേതാജി. സ്വാതന്ത്ര്യത്തോട് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ നെഹ്റു എതിർത്തത് മുഹമ്മദ് അലി ജിന്ന. അതിൻ്റെ കാരണം നെഹ്റുവിൻ്റെ സമ്പത്തിനെക്കുറിച്ചൊക്കെ ചുമ്മാ നിറം പിടിപ്പിച്ച കഥകളായിരുന്നു. നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ 4 ഗേറ്റിലും കാർ വന്ന് കിടക്കും, ആ കാറിലാണ് പോകുന്നത്. നെഹ്റു ഒരു പ്രാവശ്യം ധരിക്കുന്ന ഡ്രസ്സ് ഒരിക്കലും ധരിക്കത്തില്ല. നെഹ്റുവിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ടുള്ള കഥകളാണ്. മൗണ്ട് ബാറ്റനെ പിന്നെ മോട്ടിലാൽ നെഹ്റുവിനെ കാണാൻ ചെന്നപ്പോൾ നോട്ട് കൊണ്ട് തീയടിച്ച് ചായ ഇട്ട് കൊടുത്തു. ഇതൊക്കെയാണ് ഈ കഥകൾ. 3 ദിവസം UP കൂടെ ഓടിയാലും നെഹ്റുവിൻ്റെ വസ്തുവിൽ കൂടെ ട്രെയിൻ ഓടിത്തീരത്തില്ല. ഇങ്ങനെ നിറം പിടിപ്പിച്ച കഥകൾ. ഏതോ സ്വർഗജാതനായ ഒരാൾ, ഈശ്വരൻ ഇന്ത്യക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു വലിയ മഹാനുഭാവൻ എന്നൊക്കെ പറഞ്ഞ ചരിത്രന്മാർ സൃഷ്ടിച്ച ഒരു ഇമേജാണ് യഥാർത്ഥത്തിൽ നെഹ്റുവിനുണ്ടായിരുന്നത്. അപ്പം നെഹ്റു നേതാജിയെ എതിർത്തു. അത് കഴിഞ്ഞ് നെഹ്റു പിന്നെ രണ്ടാമത് എതിർത്തത് പിന്നെ മുഹമ്മദ് അലി ജിന്നയെ എതിർത്തു. സ്വാതന്ത്ര്യത്തിനടുത്ത് വന്നപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് മുമ്പ് നേതാജി ഇവിടെ വിട്ടുപോയി, INA ഒക്കെ രൂപീകരിച്ച് പോയല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ആ ഒരു തലവേദന ഒഴിഞ്ഞു, അദ്ദേഹം നേരെ പിന്നെ യുദ്ധത്തിനായിട്ട് അങ്ങ് പോയല്ലോ. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിനടുത്ത് വന്ന മുഹമ്മദ് അലി ജിന്നയുമായിട്ടായിരുന്നു അഭിപ്രായ വ്യത്യാസം. അടുത്ത് വന്നു കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ശത്രുവാരായി BR അംബേദ്കറായി. ഗവൺമെൻറ് രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ശത്രുവാരായി സർദാർ വല്ലഭഭായ് പട്ടേലായി. AICCയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കാൻ നടന്ന വോട്ടെടുപ്പിൽ ഒരാൾ പോലും നെഹ്റുവിനെ അംഗീകരിച്ചില്ല. അതിനകത്തെ ബഹുഭൂരിപക്ഷം ആളുകളും അംഗീകരിച്ചത് പട്ടേലിനെയാണ്. വേറെ ആരുടെ 1-2 പേരുടെ പേരുകൾ സജസ്റ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ നെഹ്റു വരണമെന്ന് ആരും ആവശ്യപ്പെട്ടില്ല. നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണമെന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ ആഗ്രഹമായിരുന്നു, കോൺഗ്രസിൻ്റെ ആഗ്രഹമായിരുന്നില്ല. മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ മാനസപുത്രനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി വെച്ചു. പിന്നെ അതിന് വില ഗാന്ധിജിക്ക് കൊടുക്കേണ്ടി വന്നു, അത് വേറെ കാര്യം, അത് വേറെ ചരിത്രം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ വന്ന ഒരു കാര്യത്തിൽ നെഹ്റുവിനെ നമ്മൾ വിലയിരുത്തുമ്പോഴേ ഒരു നെഹ്റു ഫാമിലിയുടെ ആധിപത്യം തുടങ്ങുന്നത് 1928 തൊട്ടാണ്. 1928 AICC മീറ്റിങ്ങിൽ മോട്ടിലാൽ നെഹ്റു AICC പ്രസിഡൻ്റായി. 29 വന്നപ്പോൾ മോട്ടിലാൽ നെഹ്റു ഗാന്ധിയോട് പറഞ്ഞു 29 AICC പ്രസിഡൻ്റായിട്ട് നെഹ്റു വരണം, അദ്ദേഹത്തിൻ്റെ മകൻ വരണം. ഗാന്ധി വഴങ്ങിക്കൊടുത്തു. 29 നെഹ്റു വന്നു, 30 നെഹ്റു വന്നു. AICC പ്രസിഡൻ്റായിട്ട് വന്ന കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം ഗാന്ധി 37 46 നെഹ്റു AICC പ്രസിഡൻ്റാക്കി. ഗാന്ധിയുടെ ആശീർവാദമല്ല, തെരഞ്ഞെടുപ്പൊന്നുമല്ല, ഗാന്ധി ഇരിക്കട്ടെ തന്നെ ഇരിക്കുക, അല്ല വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല.
പക്ഷേ പട്ടേലിന് കിട്ടിയ അവസരം ഒറ്റയൊരു പ്രാവശ്യം മാത്രമാണ്. ഇവിടെ നെഹ്റുവിൻ്റെ ഒരു സ്വാർത്ഥതയെക്കുറിച്ച് ആരോടും പരിഭവമില്ലാതെ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് MK നായർ പറയുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് MK ആത്മകഥയാണ്. അദ്ദേഹം പറയുന്നത് അന്ന് അദ്ദേഹം ഡൽഹിയിലുണ്ടായിരുന്ന ആളാണ്. പട്ടേൽ മരിക്കുന്നത് പിന്നെ മഹാരാഷ്ട്രയിൽ വെച്ചാണ്, മുംബൈയിലോ എവിടെ വെച്ചാണ് മരിക്കുന്നത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ നെഹ്റു ആദ്യം ആവശ്യപ്പെട്ടത് പട്ടേൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നല്ലൊരു കാഡിലാക്ക് കാറുണ്ടായിരുന്നു, അത് എത്രയും വേഗം ഡൽഹിയിൽ എത്തിക്കണമെന്നാണ്. 2, പട്ടേലിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പോകാൻ അന്നത്തെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാർ നെഹ്റുവിനോട് അനുവാദം ചോദിച്ചു. നെഹ്റു പറഞ്ഞ അവധിയൊന്നുമില്ല, നിങ്ങൾ ലീവ് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. പട്ടേലിൻ്റെ മകൾ മണിബെൻ പട്ടേലിൻ്റെ മരണശേഷം നെഹ്റുവിനെ കാണാൻ നെഹ്റുവിൻ്റെ മുറിക്ക് മുന്നിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു. എന്നിട്ട് പോലും അവർ പറഞ്ഞത് സൗമനസ്യത്തോടെ കേൾക്കാനുള്ള മനോഭാവം നെഹ്റു കാണിച്ചില്ല. ടിബറ്റിനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യക്ക് സ്ഥിരമായി തലവേദന സൃഷ്ടിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 62 ഈ ചൈന യുദ്ധം വരുമ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞു നമ്മുടെ സൈന്യത്തെ സജ്ജമാക്കണമെന്ന്. അത് ചെയ്യാതിരുന്ന് ചൈനയെ കണ്ണുമടച്ച് നെഹ്റു വിശ്വാസമർപ്പിച്ചതിൻ്റെ ഗതികേടാണ് ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ചൈന കുറേ സ്ഥലങ്ങൾ നമ്മുടെ പിടിച്ചുകൊണ്ട് പോയി. അപ്പം പാർലമെൻറ്റിൽ ചർച്ച വന്നു കഴിഞ്ഞപ്പോഴേ നെഹ്റു പറഞ്ഞു അത് വെറും ബാരൽ ലാൻഡാണ്, പുല്ലുപോലും കിളിക്കാത്ത സ്ഥലമാണ്, ചൈന കൊണ്ടുപോയി നമുക്കെന്താ എന്ന് നെഹ്റു ചോദിച്ചപ്പോഴേ ആചാര്യ കൃപലാനിയാണോ വേറെ ആരെങ്കിലും, ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ തലയിൽ ഒരു രോമം പോലും ഇല്ല, അതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ തല വേണ്ടെന്നാണോ എന്ന് നെഹ്റുവിനോട് ചോദിച്ചു. പാർലമെൻറ്റിൽ 62 ശേഷം നെഹ്റു ഒരു ഹോട്ട് സീറ്റിലാണ് ഇരുന്നത്. നെഹ്റു കേൾക്കാത്ത വിമർശനം ഉണ്ടായിരുന്നില്ല. ആ മാനസിക സംഘർഷത്തിലാണ് നെഹ്റു മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായി കൊണ്ടുവന്ന ഒരു ഇമേജ് പരിപൂർണമായി തകർന്നു വീഴുന്നത് കണ്ടിട്ടാണ് 1964 നെഹ്റു മരിച്ചത്. പക്ഷേ നെഹ്റു വളരെ ബുദ്ധിപൂർവ്വം തന്നെ കരുക്കൾ നീക്കിയതുകൊണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി. നെഹ്റു തുടങ്ങി വെച്ച ആ രാജവാഴ്ച ഇന്ദിരാഗാന്ധിയിലൂടെ, അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയിലൂടെ, പിന്നീട് രാജീവ് ഗാന്ധിയുടെ ഭാര്യ സോണിയാഗാന്ധിയിലൂടെ ഇന്ത്യ ചുമക്കേണ്ടി വന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി ഒരു നല്ല പ്രൈം മിനിസ്റ്ററായിരുന്നു, എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായമില്ല, എനിക്ക് വലിയ ബഹുമാനമുള്ള പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. പക്ഷേ മൻമോഹൻ സിംഗിനെ മുന്നിലിരുത്തി 10 കൊല്ലം ഈ രാജ്യത്തെ കാർന്നെടുത്ത ഒരാളായിരുന്നു സോണിയാഗാന്ധി. സോണിയാഗാന്ധിയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴീ നെഹ്റു കുടുംബം. സോണിയയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഗവൺമെൻറ് എന്ന് അധികാരത്തിൽ വന്നാലും അന്ന് ഭാരതത്തിൻ്റെ തകർച്ച ആരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നെഹ്റു തുടങ്ങി വെച്ച ഈ ഹൈറാർക്കി വലിയ ഒരപകടത്തിലേക്കാണ് ഇന്ന് രാജ്യത്തിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. 1947 നെഹ്റു തൊട്ട് 2014 നരേന്ദ്രമോദി വരെ എത്രയോ പ്രധാനമന്ത്രിമാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ചും ഇത്തരം ഒരു പുസ്തകം വന്നിട്ടില്ല. ഈ പുസ്തകത്തിൻ്റെ പേര് 97 ബ്ലണ്ടേഴ്സ് ഓഫ് ജവഹർലാൽ നെഹ്റു. അടിവരയിട്ട് പറയുന്നുണ്ട് നെഹ്റുവിൻ്റെ ബ്ലണ്ടേഴ്സ്. നെഹ്റുവിൻ്റെ ഈ പുസ്തകത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഓരോ പുസ്തകവും പിന്നീട് ഇന്ത്യയിൽ ഉണ്ടായില്ല. നെഹ്റുവിൻ്റെ വാഴ്ത്തുപാട്ടുകാർക്ക് ഇന്നും മറുപടി പറയാൻ പറ്റാത്ത ആരോപണങ്ങളാണ് രജനീകാന്ത് പുരോഹിത് ഈ പുസ്തകത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എത്രയോ ചരൺ സിംഗും ദേവഗൗഡ പോലും പ്രധാനമന്ത്രിമാരായി. പക്ഷേ അവരെക്കുറിച്ച്, അവരുടെ ബ്ലണ്ടറിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ബ്ലണ്ടേഴ്സ് കാണിച്ച നെഹ്റു ബ്ലണ്ടർ മാത്രമല്ല ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നെഹ്റുവിനെ ഒരു ദൈവത്തിന് തുല്യമായിട്ട് ആരാധിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. നെഹ്റു ഒരു സാധാരണ രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം ഒന്നുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.